8-10 ചെമ്പരത്തിപ്പൂവും കുറച്ച് തിളച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ സൊല്യൂഷൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുടി കൊഴിച്ചിൽ മാറി മുടി പോലെ വളരാനും. പണ്ടുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത്. നമ്മുടെ മുടി വൃത്തിയാക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഇച്ചിങ്ങും അതുപോലെ തന്നെ താരനൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇതൊരു പോംവഴിയായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടുള്ള ആൾക്കാർ. പൂ മാത്രമല്ല ചെമ്പരത്തിയുടെ ഇലയും അവർ ഉപയോഗിച്ചിരുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ധാരാളം കിട്ടുന്ന ഒരു സാധനമാണ് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് എടുത്തത്. ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ കഞ്ഞി വാർത്തപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്. എന്നാലും ജസ്റ്റ് ഞാൻ നല്ല വണ്ണം ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കട്ടി കുറവായത് കാരണം ഞാൻ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വെള്ളം ഇവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്മുടെ പൂമ്പൊടിയും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടെല്ലാം എടുക്കുന്നുണ്ട്. ഒരു സാധനം ഇതിൽ കളയാനായിട്ട് ഇല്ല. നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാനില്ല എങ്കിൽ നമ്മുടെ വാടിയ ചെമ്പരത്തിപ്പൂവായാലും അതുപോലെ തന്നെ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇതിൻ്റെ പൊടി നമുക്ക് ധാരാളമായിട്ട് കിട്ടും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കഞ്ഞിവെള്ളം നല്ലവണ്ണം ചൂടായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉലുവയുടെ പൊടി ഇടാം, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉലുവ ഇടാം, കരിഞ്ചീരകം ഇടാം, അതുപോലെ തന്നെ റോസ്മേരിയുടെ ലീവ്സ്, ഉണങ്ങിയ ലീവ്സ് ഇടാം. എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഉലുവയുടെ പൊടി ഇട്ടിട്ട് ഒരു ഹെയർ പാക്ക് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നെന്തായാലും ആ ഉലുവ ഇടുന്നില്ല. ജസ്റ്റ് നമ്മുടെ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ഇടാവുന്നതാണേ, ഓപ്ഷണലാണത്. അത് നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് താരം കൂടുതലുണ്ടെങ്കിൽ ഉലുവ ഇടാം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ റോസ്മേരിയുടെ ലീവ്സ് ഇടാം. ചെറിയ ചെറിയ മുടികൾ പൊടിച്ച് വരുന്നുണ്ട്, അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ഇടാം. അങ്ങനെ നിങ്ങളുടെ മുടിയുടെ എന്ത് പ്രശ്നമാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സാധനം മാറ്റിയിടാവുന്നതാണ്. ഇനി നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച വെള്ളം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിലേക്കൊന്ന് ഒഴിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരലിൽ പോലും ശക്തമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സൊല്യൂഷൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ പറക്കി കളയുന്ന, അല്ലെങ്കിൽ ചുമ്മാ ഉണങ്ങിയ ചെമ്പരത്തി പൂവൊക്കെ തൂത്ത് കളയുന്ന സമയത്ത് അതൊക്കെ പെറുക്കി വെച്ച് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഒരു 2 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് തണുത്തതിന് ശേഷം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തലയിലേക്ക് അപ്ലൈ ചെയ്ത്, അതായത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത്, അതുപോലെ തന്നെ താരനൊക്കെ ഇഷ്ടംപോലെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു സ്ക്രബ്ബറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ താരനൊക്കെ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്കിതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം.